മുസ്ലിം എന്നുള്ള ഒരു ഭാഗം മാത്രം ഒഴിവാക്കിയാൽ അവർ മാത്രം അങ്ങ് മാറി നിൽക്കും. ബാക്കി എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നതോടെ ഇവരെ അങ്ങ് ഒതുക്കി കളയാൻ വളരെ എളുപ്പ എന്നുള്ള തന്ത്രമാണ് പ്രയോഗിച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചു സഹോദരിമാരെ? അങ്ങനെയൊരു സംഭവം നടക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അകത്ത് അങ്ങനെ നടക്കുമെന്ന് കരുതിയ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മഠയനാണ് നരേന്ദ്രമോദി. അയാളുടെ സങ്കല്പത്തിലേക്ക് ഇന്ത്യ പോകില്ല. ഇന്ത്യക്കകത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മതം ഉപയോഗിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ഇന്നെങ്കിലും അദ്ദേഹം തിരിച്ചറിയണം. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങ് ആയിപ്പോയതാ. അദ്ദേഹത്തിന് ഇപ്പോഴും ഇന്ത്യയുടെ രക്ഷിതാവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കാം, പക്ഷേ ഒരു പ്രധാനമന്ത്രിയായിരിക്കുന്നതും രക്ഷിതാവായിരിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. നമുക്ക് രക്ഷിതാവാകുന്ന പ്രധാനമന്ത്രിമാരെ, ഭരണാധികാരികളെയാണ് ആവശ്യമുള്ളത്. അതാവാൻ ഈ നരേന്ദ്രമോദിയെ കൊണ്ട് സാധിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു ജനതയെ ഒന്നാകെ ഭയപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളെയൊക്കെ ഞാനിങ്ങനെ ഭയപ്പെടുത്തും, നിങ്ങൾ എൻ്റെ പുറകെ വന്നുകൊള്ളണം എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവിടെ വെച്ചാൽ മതി. ആ പരിപ്പൊന്നും വേകുന്ന അടുപ്പ് ഈ ഇന്ത്യക്കില്ല എന്നാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് ഒറ്റക്കെട്ടായി തന്നെ നേരിടാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്.